പിന്നെ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഇതെൻ്റെ ഒരു ആത്മസംതൃപ്തിയാണ്. കാരണം അപ്പോൾ ഇതെനിക്ക് വരയ്ക്കാൻ അറിയുന്ന കാരണം ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വരയ്ക്കുന്നവരും എൻ്റെ കയ്യിൻ്റെ തിളക്കം കൂടി വരുള്ളൂ. തിളക്കം എന്ന് പറയുന്നത് വരയ്ക്കുന്ന രീതി കൂടി വരുള്ളൂ. ഡിമ്മായി പോലെ ഇപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ എനിക്ക് വരയ്ക്കാൻ പറ്റും. ഗോപി മാഷ് എന്ന് പറയുക സാധാരണ പാലക്കാട് ജില്ലയിലെ എല്ലാവരും അങ്ങനെ അറിയപ്പെടുക. എൻ്റെ സ്വദേശം തൃശ്ശൂർ അടുത്താണ്. ഞാൻ 19 വർഷം ഷൊർണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. 2017 സർവീസിൽ നിന്ന് റിട്ടയർഡ് ചെയ്തു. ഇപ്പോൾ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. വീട്ടിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പിന്നെ ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നുണ്ട്, അതേപോലെ ഗ്യാലറി ഉണ്ട്, പിന്നെ എക്സിബിഷൻ നടത്തുന്നുണ്ട്, സ്വന്തമായിട്ടും അതേപോലെ ഗ്രൂപ്പായിട്ടൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതൊരു 400 പേജിൻ്റെ പുസ്തകം. അതിപ്പോൾ നാളേക്ക് നിറയും. അത് കഴിഞ്ഞാൽ ഞാൻ എടുത്ത് വയ്ക്കും. പിന്നെ അടുത്ത ഈ കലോത്സവത്തിൻ്റെ പുസ്തകമാണ്. അപ്പോൾ ഞാൻ 13 തൊട്ട് ഇവിടെ വന്നിട്ട് അവിടുന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓരോരോ കാഴ്ചകൾ എൻ്റെ കൺമുന്നിൽ വരുന്ന കാഴ്ച പെട്ടെന്ന് ഒരു 2-3 മിനിറ്റ് കൊണ്ട് സ്കെച്ച് ചെയ്യണം. അതിപ്പോൾ കാരിക്കേച്ചർ ചെയ്യുമ്പോൾ നമ്മൾ പോർട്രേറ്റ് പോലെ വരയ്ക്കുന്ന ഷടിയല്ല. ചിലപ്പോൾ പെട്ടെന്ന് അവരെ ക്യാരക്ടർ നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആ കുട്ടിയുടെ ഭാവങ്ങൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇങ്ങനെ ആയിക്കോളുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു പ്ലാൻ ചെയ്യും. അപ്പോൾ നമ്മൾ ബുക്കിൽ വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഞാനിങ്ങനെ മനസ്സിലൊരു പെരുന്തച്ഛൻ കാണിക്കുന്ന പോലെ മനസ്സിൽ ബുക്കിലൊന്ന് കാണിക്കും. ഇപ്പോൾ എവിടെ വരണമോ ആ കുട്ടിയുടെ രൂപം എങ്ങനെ വരണം എന്നുള്ള മനസ്സിലൊരു ഇത് ചെയ്തതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ കളർ ചെയ്യും. ഇപ്പോൾ ക്രയോൺസൊക്കെ എടുത്തിട്ട് വല്ല പെൻസിലൊക്കെ എടുത്തിട്ട് ചില ഭാഗങ്ങളൊക്കെ ആ സ്കിന്നിൻ്റെ ഇതിൽ വേണമെങ്കിൽ ആ വീട്ടിലുണ്ട്. ഞാൻ അവിടെ ചെന്നതിന് ശേഷം അവിടെ ചെല്ലുമ്പോൾ ചില ഭാഗത്ത് കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും. അതിപ്പോൾ ഇന്നും തുടരുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തായിരുന്നു, അതിനു മുമ്പ് കൊല്ലത്തായിരുന്നു, അതിനു മുമ്പ് കോഴിക്കോടായിരുന്നു. അവിടെയൊക്കെ പോകും. അപ്പോൾ ഞാൻ അവിടെ വരയ്ക്കുന്ന സമയത്ത് ഒരാൾ ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ അത് തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ തരുന്നില്ല, ഇതെൻ്റെ കളക്ഷനാണ്. ഇതെനിക്ക് 2 കാര്യം. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. വീട്ടിൽ 10-200 കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെന്താ വെച്ചാൽ അവർക്ക് ചില മാസങ്ങളിൽ ഒരു ക്ലാസ് കൊടുക്കും. ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ് കൊടുക്കും, അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ പോലെ കൊടുക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അവർക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ തൃശ്ശൂർ പോയിട്ട് വരച്ചിട്ട സംഭവങ്ങളാണ്. പിന്നെ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഇതെൻ്റെ ഒരു ആത്മസംതൃപ്തിയാണ്. കാരണം അപ്പോൾ ഇതെനിക്ക് വരയ്ക്കാൻ അറിയുന്ന കാരണം ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വരയ്ക്കുന്നവരും എൻ്റെ കയ്യിൻ്റെ തിളക്കം കൂടി വരുള്ളൂ. തിളക്കം എന്ന് പറയുന്നത് വരയ്ക്കുന്ന രീതി കൂടി വരുള്ളൂ. ഡിമ്മായി പോലെ ഇപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ എനിക്ക് വരയ്ക്കാൻ പറ്റും. മറ്റുള്ള സാധാരണ ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ റബ്ബറും പെൻസിലൊക്കെ എടുത്ത് നോക്കട്ടെ ഞാൻ നോക്കട്ടെ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പെൻസിലൊന്നുമില്ല. ഇത് പേനോട്ട് പെട്ടെന്ന് നോക്കി വരയ്ക്കുന്ന. ചിലപ്പോൾ തെറ്റാറില്ല. അപ്പോൾ തെറ്റുമ്പോൾ ഞാൻ അതിനനുസരിച്ച് ലൈൻസൊക്കെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകും. എനിക്ക് ഇതിൻ്റെ മനുഷ്യൻ്റെ ബോഡിയുടെ അനോട്ടമി എന്ന് പറയും, അതൊക്കെ എനിക്കറിയാം. അപ്പോൾ നമ്മൾ സ്റ്റഡി ഇങ്ങനെ കോളേജിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇയാളുടെ ബോഡിയുടെ അനോട്ടമി നമുക്ക് ഇത്രയാണെന്നുള്ള നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത്.